ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് സഡാക്കോ സസക്കിയുടെ കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 1945 ഓഗസ്റ്റ് 6. അന്ന് സഡാക്കോ സസക്കിക്ക് പ്രായം 2 വയസ്സ്. ഹിരോഷിമയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു അവൾ. ഹിരോഷിമയുടെ ആകാശത്ത് ബോംബർ വിമാനങ്ങൾ പറന്നു നടക്കുകയാണ്. ആ കാഴ്ച കൗതുകത്തോടെയും നിഷ്കളങ്കതയോടെയും കൊച്ചുമിടുക്കി നോക്കി നിന്നു. പക്ഷേ ആ കൗതുകം അല്പസമയത്തിനുള്ളിൽ തന്നെ ഭീകരതയ്ക്കും ഭീതിക്കും വഴിമാറി. ലക്ഷക്കണക്കിന് മനുഷ്യർ നിസ്സഹായതയോടെ കത്തിക്കരിഞ്ഞു. പലരും ആവിയായിപ്പോയി. അല്പം അകലെയായതിനാലാവും സഡാക്കോ സസക്കിയോട് മാത്രം പക്ഷേ ആ തീജ്വാലകൾ കരുണ കാണിച്ചു. കാലം കടന്നുപോയി. നിഷ്കളങ്കതയുടെ ബാല്യമുണ്ടെന്ന് അന്ന് ജപ്പാനിലെ കുട്ടികളാരും അറിഞ്ഞിരിക്കില്ല. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ തങ്ങളുടെ ചുറ്റുമുള്ളവരെ കൊന്നൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ വേദനയോടെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആറ്റം ബോംബിൻ്റെ തീജ്വാലകൾ സഡാക്കോയുടെ കരുണ കാണിച്ചതാണ്. പക്ഷേ കാലം കരുണ കാണിച്ചില്ല. രക്താർബുദത്തിൻ്റെ രൂപത്തിൽ അവളെയും റേഡിയോ വികിരണങ്ങൾ ആക്രമിച്ചു. പക്ഷേ ആശുപത്രി കിടക്കയിൽ വെച്ചും അവൾ ആശ കൈവെടിഞ്ഞില്ല. ആശുപത്രിയിൽ അവളെ സന്ദർശിക്കാൻ ആത്മസുഹൃത്ത് ചിസുക്കോ ഹമാമോട്ടോ വരാറുണ്ട്. ഒരു ദിവസം സഡാക്കോയ്ക്ക് കടലാസ് കൊണ്ട് ഒരു കൊക്കുണ്ടാക്കി കൊടുത്തു ഹമാമോട്ടോ. സഡാക്കോയും പെട്ടെന്ന് തന്നെ കൊക്കുകളെ ഉണ്ടാക്കാൻ പഠിച്ചു. വെള്ളക്കൊക്കുകൾ ജപ്പാൻകാർക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ആ ഐശ്വര്യത്തെ വിളിച്ചു വരുത്താനായി ആശുപത്രി കിടക്കയിലിരുന്ന് സഡാക്കോയും കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് വിശ്വാസം. അത് അവളെ ആവേശം കൊള്ളിച്ചു. 1000 കൊക്കുകളെ ഉണ്ടാക്കും, താൻ രക്ഷപ്പെടും. ആശുപത്രിയിൽ കഴിച്ചുകൂട്ടിയ സമയം മുഴുവൻ സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കടലാസ് അന്ന് വളരെ എളുപ്പം കിട്ടുമായിരുന്നില്ല. മരുന്ന് പൊതിയുന്ന കടലാസുകൾക്കായി അവൾ അയൽമുറികളിൽ കയറിയിറങ്ങി. ചിസുക്കോയും സ്കൂളിൽ നിന്ന് കടലാസുകൾ നൽകി അവളെ സഹായിച്ചു. സമയം കടന്നുപോയി. ആരോഗ്യനില വഷളായി. പക്ഷേ ഒരു രക്താർബുദത്തിനും തന്നെ കീഴ്പ്പെടുത്താനാവില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു അവൾക്ക്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 1000 കൊക്കുകൾ എന്ന പ്രതീക്ഷ തികയ്ക്കാൻ പോലും ലിറ്റിൽ ബോയിയുടെ വികിരണങ്ങൾ അവളെ അനുവദിച്ചില്ല. 644 കൊക്കുകളെ പൂർത്തിയാക്കി 1955 ഒക്ടോബർ 25 ലോക ജനതയ്ക്കായി തൻ്റെ പ്രതീക്ഷകൾ കൈമാറിക്കൊണ്ട് അവൾ കടന്നുപോയി. സഡാക്കോയുടെ പ്രിയ ചങ്ങാതി ചിസുക്കോ ഹമാമോട്ടോ നിറകണ്ണുകളോടെ അവൾക്ക് വേണ്ടി 1000 കൊക്കുകളെ പൂർത്തിയാക്കി. പ്രിയപ്പെട്ട ആ കൊക്കുകൾ കൊന്നിച്ചാണ് അവളെ അടക്കം ചെയ്തത്. പക്ഷേ സഡാക്കോ അറിഞ്ഞിരിക്കില്ല, തൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ ലോക ജനത മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്നത്. അവളുടെ മരണശേഷം ചിസുക്കോയും സ്കൂളിലെ ചങ്ങാതിമാരും ചേർന്ന് അനേകം കത്തുകൾ എഴുതി. തങ്ങളുടെ പ്രിയ ചങ്ങാതി സഡാക്കോയുടെയും ആണവ വികിരണമേറ്റ് അകന്നുപോയ ആയിരക്കണക്കിന് കുട്ടികൾക്കായും ഒരു സ്മാരകം നിർമ്മിക്കണം. ആർക്കും വേണ്ടാത്ത ആരുടെയൊക്കെയോ ഈഗോകൾക്ക് വേണ്ടി മാത്രമുള്ള യുദ്ധങ്ങൾ ഇനി വേണ്ടെന്നു പറയാനുള്ള ഒരു സ്മാരകം. ആ കുഞ്ഞുങ്ങളുടെ കത്തുകൾക്ക് ഏത് ആറ്റം ബോംബുകളെയും ഉരുക്കിക്കളയാനുള്ള കഴിവുണ്ടായിരുന്നു. ജപ്പാനിലെ സ്കൂൾ കുട്ടികൾ ഒരൊറ്റ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചു. സ്മാരകം നിർമ്മിക്കാനുള്ള പണത്തിനായി പ്രചരണ പരിപാടികൾ നടത്തി. അവസാനം 1958 മെയ് 5 ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. കുട്ടികളുണ്ടാക്കിയ ആയിരക്കണക്കിന് കടലാസു കൊക്കുകളുടെ സാന്നിധ്യത്തിൽ ഹിരോഷിമയിലെ സമാധാന സ്മരണിക ഉദ്യാനത്തിൽ ഒരു വലിയ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു സ്മാരകം. ആ സ്മാരകത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇന്നും ഓരോ കുട്ടിക്കും കാണാം കടലാസു കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന സഡാക്കോ സസക്കിയെ.
സഡാക്കോ സസക്കി എന്ന 12 വയസ്സുകാരി മനുഷ്യത്വമുള്ള മനസ്സുകളിൽ ഇന്നും വേദനയായി അവശേഷിക്കുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 6-ന് 1 കോടിയിലധികം കടലാസു കൊക്കുകൾ ഹിരോഷിമയിലെ സമാധാന സന്ദേശ ഉദ്യാനത്തിലെത്തും. ലോകത്ത് മനുഷ്യത്വമുള്ള മനസ്സുകൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. സഡാക്കോ സസക്കി എന്ന 12 വയസ്സുകാരിയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലായിടത്തെയും കുട്ടികൾ പരിശ്രമിക്കുകയാണിന്നും. ഹിരോഷിമ എന്ന ദുരന്തഭൂമിയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി എത്തുന്ന കടലാസു കൊക്കുകൾക്ക് പുറകിൽ സസാക്കിയുടെ നിലവിളിയുണ്ട്, വേദനയുണ്ട്. അതിനൊപ്പം സമാധാനത്തിനു വേണ്ടിയുള്ള അവളുടെ പുഞ്ചിരിയുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.